ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നോ സൈഡ് എഫക്ട്സ്. നരച്ച 3 സിംഹങ്ങൾ. കുറച്ചു നേരം വേണ്ടായിരുന്നേ, ഒരു കാര്യം പറയാനുണ്ട്. പറയടാ. Cutie the Hand Wash presents Comedy Masters, co-presented by Willy White Toothpaste, powered by Amritavani Lace Kit, co-powered by Rajakumari Group. ഇത് ഇവിടുത്തെ ചിലർക്ക് ഒരു വിചാരമുണ്ട് ചേച്ചി. ചിലർക്കല്ല, പേരെടുത്ത് പറ. അത് പേരെടുത്ത് പറയാം. ലീല പഠിക്കൽ. പിന്നെ കൂടെയുള്ള രണ്ടെണ്ണത്തിന് പിന്നെ പറയാം. അവരറിയുമോ, അവൾക്കൊരു വിചാരമുണ്ട്. അവളുണ്ടെങ്കിൽ ഇവിടെ പരിപാടി നടക്കും. ഒരിക്കലുമില്ല, ഞങ്ങളുണ്ടെങ്കിലും പരിപാടി നടക്കും. പരിപാടിയുടെ തുടക്കത്തിൽ വന്നിരുന്ന അവൾ ഈ സ്പോൺസേഴ്സിനെ പറയുന്നതുകൊണ്ടാണ് ഇതൊക്കെ ഇവിടെ നടന്നു പോകുന്നത്. ആണുങ്ങൾക്കൊരു വിലയില്ല. അതെ, നിങ്ങൾ അനുജേട്ടൻ പറയാൻ വിട്ടതോ ചാനൽ എന്ന് പറഞ്ഞയച്ചതോ? ചാനലിന്റെയും ഡയറക്ടറിന്റെയും പിന്നെ നമ്മൾ ഇവിടെ ഉള്ള ചില സുമനസ്സുകളുടെയും ഒറ്റ ആഗ്രഹപ്രകാരം ചിലത് നടത്താനും നടത്തിക്കൊണ്ട് പോകാനും വേണ്ടിയിട്ടാണ് നിങ്ങൾ എല്ലാവരെയും കൂടെ നിർബന്ധിച്ച് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തതാണെന്ന് ഒരു കേൾവിയുണ്ട്. 2 മണിക്കൂർ ഹെയർ, 4 മണിക്കൂർ മേക്കപ്പ്, പുട്ടി, ചുരിദാർ, സൽവാർ, കമ്മീസ്, ഒറ്റ മുണ്ട്. ഇന്ന് മുതല് നിങ്ങളുടെ സഹോദരിയായിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്ന് പരിപാടി കാണും. സഹോദരി ശരി, വേണ്ട, നിങ്ങളുടെ അളിയനായിട്ട് ഇവിടെ ഇരുത്തല്ലോ. എങ്കിലും സഹോദരി നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഞങ്ങൾ 3 കൂടി ഒരുമിച്ചാണ് കയറി വന്നെ മുണ്ടൊക്കെ കൊടുത്ത കാരണം. അപ്പൊ അനു ചേട്ടനും ടീമും ചേച്ചി എല്ലാം ഇങ്ങനെ നിൽക്കുകയാണേ. ഞങ്ങളെ എല്ലാവരും കൂടി ഇങ്ങോട്ട് നോക്കിയിട്ടുണ്ട്. പറയാണേ, കോമഡി മാസ്റ്റേഴ്സിന്റെ അമൃത ടിവിയുടെ അഭിമാനമുണ്ട് എന്നും കൂടി പറഞ്ഞടാ. അറിയാ, അതും നിങ്ങളെ കാണുമ്പോൾ അമൃത ടിവിക്ക് അഭിമാനമുണ്ടെന്ന്. ഒരു സെക്കൻഡ്, ആ നിക്കർ കോമഡിക്ക് ഒന്ന് ചിരിച്ചോട് മക്കളെ. ഓക്കെ, അപ്പൊ ഇനി ഞങ്ങൾക്ക് വേണ്ടി ചിരിച്ച പിള്ളേരുടെ കാര്യങ്ങളെ പറ്റി നമുക്ക് പറഞ്ഞാലോ? തീർച്ചയായിട്ടും. അങ്ങ് കോഴിക്കോട് കൊടുവള്ളിയിൽ നിന്നും ഡാൻസിന്റെ ഉത്തേജകം മരുന്ന് സൃഷ്ടിച്ച് ഡാൻസിന്റെ ഉത്തമ ശൃംഗത്തിൽ നമ്മളെ ആറാടിക്കാൻ വേണ്ടി കോഴിക്കോട് കൊടുവള്ളിയിൽ നിന്നും ഫ്ലോ ബോർഡ്. മക്കളെ, ഈ എനർജി അല്ലാതെ നമ്മുടെ ബോയ്സ് ഗ്രൂപ്പിന് വേണ്ടത്. എനർജി ഞങ്ങൾ കാണിച്ചു തരാം. ഗേൾസ് ടീം കോമഡി മാസ്റ്റേഴ്സിന് കൊടുക്ക. കണ്ട് പഠിക്ക്. വാ, കൊടുവള്ളി കൊടുവാള് കണക്കൊരു ഓർഡറാ. കൊട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്തേലും കൊടുക്കാൻ വേണ്ടി എടുക്ക്. ഓക്കേ, ഇനി നമുക്ക് നമ്മളുടെ ഹോം സ്കിറ്റ് കണ്ടാലോ? കാണാം ചേച്ചി. ബിക്കോസ് നിങ്ങളെ യോ ഇല്ല. ഓക്കെ ചേച്ചി, നമുക്ക് നമ്മുടെ ഫാമിലി ഗ്രൂപ്പിനെ വിളിക്കാം അല്ലെ? ഫാമിലി ടീമിനെ വിളിക്കാം. അടിപൊളി സ്കിറ്റും കാണാം. ഓക്കെ, ആ മ്യൂസിക് ഒന്നുള്ളൂ. അപ്പൊ ആരാ വരാൻ പോണത്? നമ്മുടെ സ്വന്തം അമ്പിളിക്കുട്ടൻ. മ്യൂസിക്. പോയില്ലേ? എഡിറ്റ് പൊക്കോളൂ, കട്ടി കളഞ്ഞോളൂ. ഹലോ മാത്യു, അറിഞ്ഞായിരുന്നല്ലോ ഇന്ന് രാവിലെ 11:30 ചർച്ചിൽ വെച്ചാണ് കല്യാണം. മറക്കരുത്, സമയത്ത് എത്തണം കേട്ടോ. ഞാനിവിടെ അമ്പിളിക്കുട്ടൻസ് മേക്ക് ഓവർ സ്റ്റുഡിയോ ഇല്ലേ, അവിടെ വന്നതാ. പുള്ളിക്കാരൻ്റെ കൂടെ ഒന്ന് മേക്കപ്പ് ചെയ്തിട്ട് കയറാന്ന് വിചാരിച്ചു. ചെറിയ ടച്ചപ്പേ ഉള്ളൂ, പെട്ടെന്ന് വരും. ഓക്കെ, ശരി. ഈ അമ്പിളിക്കുട്ടൻ എവിടെ പോയി? എന്നെ രാവിലെ വരാൻ പറഞ്ഞു, നീ ഇവിടെ പോയത്? അണ്ണന്റെ കല്യാണമില്ലേ, അണ്ണന് വേണ്ടി അമ്പലത്തിൽ പോയി. എനിക്ക് വേണ്ടിയാ? ഏഹോണ്ട് എന്റെ അടുത്ത് അർച്ചന കഴിപ്പിച്ച്, പുഷ്പാഞ്ജലി കഴിപ്പിച്ച്, കടുംപായസം കഴിപ്പിച്ച്. എന്നിട്ട് അതെവിടെ പ്രസാദം? അതൊക്കെ ഞാൻ കഴിച്ചു. ചന്ദനെന്താ? ചന്ദനവും കഴിച്ചു. ചന്ദനം കഴിച്ചാ? ഭയങ്കര വിശപ്പായിരുന്നു. കിഴങ്ങ് അത് 2 താണ്ണ. എന്തോന്ന് ഇപ്പൊ പറഞ്ഞ കിഴങ്ങ്? നിന്നെ വിളിച്ചത് കിഴങ്ങെന്ന്? കിഴങ്ങൊന്നും വിളിക്കരുത്. എന്ത് വിശന്നാ ചിലപ്പോ എന്നെ ഞാൻ തന്നെ എടുത്ത് തിന്നാളെ. നീ വരാൻ താമസിച്ചു, രാവിലെ ക്ഷേത്രത്തിൽ പോകണം. ഒരു പ്രശ്നം നടന്ന് അറിഞ്ഞില്ലേ? നമ്മളവിടുത്തെ റെയിൽവേ ക്രോസ് ഇല്ലേ, അത് അടയ്ക്കാൻ പറഞ്ഞു അതിന്റെ ഗേറ്റ്. അങ്ങനെ ജീപ്പും ട്രെയിനുമായിട്ട് കൂട്ടിയിടിച്ചു. ആരാ ജീപ്പ്? ജീപ്പ് രവി മുതലാളിയുടെ. പക്ഷെ ട്രെയിൻ ആരാ എന്നൊരു പിടി. കസേര തിരിയൂലേ? കണ്ണാടിയുടെ നേരെയല്ലേ കസേരയുടെ? അബദ്ധം പറ്റി. ആ കസേര വെച്ചതിന് ശേഷമാണ് കണ്ണാടി ഫിറ്റ് ചെയ്തത്. എന്തെങ്കിലും ചെയ്. എന്ത് ചെയ്യണം?
ഫേഷ്യൽ വേണ്ട. ഫേഷ്യൽ ഏതൊക്കെ ഉണ്ട്? ഫേഷ്യല് മറ്റേ ചേന ഫേഷ്യല്, പാവയ്ക്ക ഫേഷ്യല്, ചൊറിയൻ ചമ്പ് ഫേഷ്യല്, പടവലങ്ങ ഫേഷ്യല്. എടാ, സാധാരണ ഈ സലൂണിലൊക്കെ മറ്റേ ഇത് ഫ്രൂട്ട് ഫേഷ്യൽ അല്ലേ? അത് സാധാരണ സലൂൺ, ഇത് അസാധാരണ സലൂൺ. പിന്നെ ഒരു വെറൈറ്റി ഫേഷ്യൽ ഉണ്ട്, ചൊറിയണം ഫേഷ്യൽ. അത് ചൊറിയൂലേ? എന്തിന്? നമ്മൾ ആദ്യം ചൊറിയണത്തിന് ഒന്ന് ചൊറിയണം, പിന്നെ തിരിച്ചു ചൊറിയാൻ നിൽക്കില്ല. എന്തെങ്കിലും ചെയ്, ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണേ. എല്ലാം എടാ, പിന്നെ ഒരു കാര്യം അത് ആദ്യം കാണിച്ചിരുന്നു നിനക്ക്. ഫോട്ടോ കാണിച്ചിട്ട് ഞാൻ അവളെ 3 മാസം പെണ്ണ് കാണാൻ പോയപ്പോഴേ അവിടെ വെച്ചെടുത്ത ഫോട്ടോയാണ്. അത് കൊള്ളാം. നാച്ചുറൽ ലുക്ക് വേണം. ഇതുലാക്കണം, നാച്ചുറൽ ലുക്ക് അറിയണം. ഇത് മേക്കപ്പ് ചെയ്ത് അറിയരുത്. കിടിലാക്കും. സെയിം ഇതുപോലെ നീ അത് വെച്ചോ. അവിടെ ലണ്ടൻ രാജ്ഞി വിളിക്കുന്നു. ലണ്ടൻ രാജ്ഞിയാ? അവരോട്ടൊക്കെ വേണ്ട, ലണ്ടൻ രാജ്ഞി. എടാ, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ പേരാണ് ലിൻഡ എൻ രാജ്. അമ്പിളിക്കുട്ടൻ മേക്ക് ഓവർ സ്റ്റുഡിയോ. മനസ്സിലായി. നോർമലായിട്ട് ചെയ്യുള്ളൂ, അധികം ചെയ്യില്ല. ആള് മിടുക്കനല്ലേ? ഓക്കെ, പേടിക്കണ്ട, സമയത്തെത്തും. ഓക്കെ മോളൂ. പെട്ടെന്ന് മുടി അതേപോലെ ആക്കണേ. അതേപോലെ ആക്കി തരാം. സെയിം അതേപോലെ. പിന്നെ എത്ര മണിക്ക് കെട്ട്? 11:30. 11:30. അതിന് മുമ്പ് നമുക്ക് സെറ്റ് ചെയ്യല്ല. പിന്നെ മുടി ചെറുതാക്കണോ? മുടി വലുതാക്കാൻ നിനക്ക് പറ്റുമോ? ഇല്ല. അപ്പൊ ചെറുതാക്കി. പിന്നെ മറ്റേ ഇത് വേണോ? ബൈക്ക് വെക്കണോ? ബൈക്കാ? മുടി ഇങ്ങനെ സ്പൈക്കൊന്നും വേണ്ട. അണ്ണന്റെ കല്യാണം വരെ ആയില്ലേ അണ്ണ? സങ്കടോ? സങ്കടമല്ല, നമ്മളെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴേ. ഇതൊന്ന് പഴയ കാര്യം. ഞാനും അണ്ണനും ഒരുമിച്ച് കോളേജിൽ പോയിക്കൊണ്ടിരുന്നപ്പം. ഞാനും നീ കൂടെ കോളേജില്, സ്കൂളില്, ട്യൂട്ടോറിയല് ഞാനും നീ കൂടെ. മുഹൂർത്തം എത്ര മണിക്ക്? 11:30. അത് വേറെ ആവശ്യമില്ല. റോഡ് നോക്കിക്കൊണ്ടിരിക്കണം അല്ലേ അണ്ണാ? പിന്നെ അണ്ട് ഈ ഒന്ന് പൂരിപ്പിച്ചിട്ട് വന്ന എന്തോന്നത്? ഇതൊരു അപേക്ഷ ബാങ്കിൽ കൊടുക്കാൻ. ബാങ്കിൽ കൊടുക്കാനാ? ഒരുത്തം വന്ന് പൂരിപ്പിച്ച് മൊത്തം ആക്കിയില്ല, കളഞ്ഞു. ഇത് മൊത്തം ആയല്ല? ഇല്ലില്ല, ഇതൊക്കെ ഉണ്ട്. ഇത് എനിക്ക് ഇംഗ്ലീഷ് എനിക്ക് അറിഞ്ഞൂടാ. നീ കല്യാണം കഴിഞ്ഞാണോ? ഇല്ല. പിന്നെ സ്പൗസ് എങ്ങനെ വെക്കും? എങ്ങനെ വെക്കുന്ന വെച്ചാൽ നമുക്ക് തേങ്ങയൊക്കെ വറുത്തരച്ച് എന്തോ ഒന്ന് സ്പൗസ്. എന്തോ സ്പൗസ് എന്ന് പറയുന്നത് എന്റെ ഭാര്യയുടെ പേര്. അത് വെക്കാൻ പറ്റുമോ? കല്യാണം കഴിഞ്ഞില്ലല്ലോ. ഇല്ല. അപ്പൊ എന്നെ ഒന്ന് വെക്കാം. നിങ്ങൾ എന്റെ ഭാര്യ? ഇത്ര ഞാൻ ഇരിക്കുവായിരുന്ന. നീ പോ. കല്യാണ സമയത്താണ് നീ ഓരോന്ന് കൊണ്ടുവരും. നിനക്ക് എന്തിനാ അത്യാവശ്യത്തിന് ലോണ്? അണ്ണാ, എനിക്ക് ഇവിടെ കുറച്ച് ഇത് കസേരയും മേശയൊക്കെ. ഞാൻ വന്ന് കണ്ടപ്പോഴേ വിചാരിച്ചാടാ വുഡൻ ഫർണിച്ചർ വേണം. ഉടൻ കിട്ടത്തില്ല. നമ്മൾ ലോണൊക്കെ അപേക്ഷ കൊടുത്ത് അവര് നോക്കി എന്നിട്ടൊക്കെ കിട്ടും. ഉടൻ കിട്ടില്ല. തടിയിലുള്ള സാധനങ്ങൾ എന്തെങ്കിലും വേണോന്ന്? വീട്ടിൽ തടിയുള്ള എന്തെങ്കിലും ഉണ്ടോ? വീട്ടിൽ തടിയുള്ളതുണ്ട്. ഉണ്ട്, മുറിച്ച് വെക്കാം. അച്ഛൻ സമ്മതിക്കൂല. വീട്ടിലാകെ തടിയുള്ളത് ചേട്ടനാണ്. തേക്കുണ്ട്. തേക്കിനൊക്കെ നല്ല കാശാണ്. പിന്നെ മറ്റേ ഇതുണ്ട്, ഹണീബി. ഹണീബിയാ? തീപ്പെട്ടി കമ്പൊക്കെ ഉണ്ടാക്കുന്ന ഹണീബി. അത് മഹാഗണി. അത് മുറിച്ച് വെക്കാം, നല്ല കാശാണ്. പിന്നെ രക്തചന്ദനുണ്ട്. രക്തചന്ദൻ അതൊക്കെ വലിയ കേസാവുന്ന സംഭവമാണ്. നമ്മുടെതാണെങ്കിലും വലിയ വിഷയമാണ്. പക്ഷെ ആരും അറിയാതെ കൊടുക്കാൻ നമുക്ക് ഡീൽ ചെയ്യാൻ ഒരാളുണ്ട്. എവിടെ നിൽക്കുന്നത്? ഇത് അമ്മൂമ്മേരെ ഇരിപ്പുണ്ട്. അമ്മൂമ്മേരെ ഇരിപ്പുണ്ടാ? 90 വയസ്സുള്ള അമ്മൂമ്മ യൗവനം നിലനിർത്താൻ വേണ്ടി മുഖത്തരച്ചിരുന്ന ഒരു കട്ട രക്തചന്ദനം. 2 ചപ്പറ കട്ടിലും കൂടെ ഉണ്ടാക്കാം. ചെയ്ത് റെഡിയാക്ക്. അണ്ണ കയറി ഇരിക്കാൻ. പിന്നെ അണ്ണാ, കല്യാണമൊക്കെ കഴിഞ്ഞാൽ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? ഹണിമൂണിന് പോവും. എവിടെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്? ഊട്ടി, കൊടൈക്കനാൽ. വീശയാണ് അതൊക്കെ. എല്ലാരും പോണം. അവിടെ ഭയങ്കര തണുപ്പ്. അവിടെ ആരിയ്ക്കുന്നു? അവിടെ ആരും ഇരിക്കാറില്ല, അതുകൊണ്ടാണ് അങ്ങോട്ട് തന്നെ പോണത്. എന്നോട് കൊണ്ടുപോകണ. ഞങ്ങൾ നടുക്കിരുത്തി കൊണ്ടുപോവാ. അല്ല, ഞാൻ ബോട്ടിലൊന്നും കയറിയിട്ടില്ല. അതാ. ഇന്നല്ലെങ്കിൽ എവിടെയാണ് ആരെങ്കിലും കയറ്റണത്? അതും ശരിയാ. എടാ, ഒരു കാര്യം ചെയ്യും. നിനക്ക് അത്രയ്ക്ക് ബോട്ടിൽ കയറാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് വേളിയിൽ പോയാൽ. എനിക്ക് പേടിയാണ്. എന്തോന്നു? തീ തുപ്പുന്ന പേടി. അത് വ്യാളി. ട്രങ്കൺ. തിരുവനന്തപുരത്തുള്ള സ്ഥലമാണ് വേളി. അവിടെ പോയാൽ നീ ഒരു കാര്യം ചെയ്യും, സൈക്കിളിൽ പോയാൽ. നിന്റെ സൈക്കിൾ അച്ഛൻ തരൂല. സൈക്കിള് ഒരു ദിവസം ഞാൻ സിനിമയ്ക്ക് എടുത്തോണ്ട് പോയി. എന്നിട്ട് അമ്പലക്കുളത്തിന്റെ അവിടെ എത്തിയപ്പോ എനിക്ക് ക്ഷീണം വന്നു. ഞാൻ സൈക്കിൾ അവിടെ വെച്ചിട്ട് ബസ്സിൽ കയറി സിനിമയ്ക്ക് പോയി. തിരിച്ചു വന്നപ്പം കുളത്തിൽ മൊത്തം ഫയർഫോഴ്സ്. അച്ഛന്റെ ഡെഡ് ബോഡി തപ്പുന്നു. അച്ഛൻ വെള്ളത്തിൽ പോയി വിചാരിച്ചല്ലേ? അച്ഛൻ അവിടെ പോയി. അച്ഛനാണ് തപ്പാൻ നേതൃത്വം കൊടുക്കുന്നത്, അച്ഛന്റെ ഡെഡ് ബോഡിക്ക് വേണ്ടി. നിന്റെ തെറ്റോ നിന്റെ അച്ഛന്റെ തെറ്റോ അല്ല, നിന്റെ അപ്പൻ ചെയ്ത തെറ്റാണ്. പരമ്പരാഗതമായ തെറ്റാണ് ആവർത്തിച്ചു വരുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ടാങ്കിലുള്ള വെള്ളം അല്ലേ പൈപ്പിൽ വരും. അത്രേ ഉള്ളൂ. ശരി. എടാ, പിന്നെ എന്റെ പെണ്ണ് ഞാൻ കെട്ടുന്നതിന് മുന്നേ സ്നേഹിച്ച സമയത്തെ ബർത്ത്ഡേക്കൊക്കെ ഞാൻ ഗിഫ്റ്റുകൾ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. പക്ഷെ എനിക്കിപ്പോ ഒരു പേടി, കല്യാണം കഴിയുമ്പോൾ ബർത്ത്ഡേ ഡേറ്റ് ഞാൻ മറന്നു പോകുന്നു. അയ്യോ, ഒരിക്കലും നമ്മൾ ഭാര്യയുടെ ബർത്ത്ഡേയുടെ ഡേറ്റ് മറക്കരുത്. അഥവാ മറന്നാലാ?
ഒരു വട്ടം മറന്നാൽ പിന്നെ ജമ്മത്തെ മറക്കൂല. എന്തായാലും നമ്മൾ ചെറിയ കാര്യം മതി. ഇപ്പോഴത്തെ ബന്ധങ്ങളെന്ന് പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസത്തിലാണ് പലതും ഉണ്ട്. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം വരുമെന്നൊക്കെ ഒരു അതൊരു കാര്യം. എന്റെ ചേട്ടനുണ്ട് 10 വർഷം കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ചേട്ടത്തിയായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ല. അതെന്താ അങ്ങനെ? ചേട്ടൻ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാലേ വ്യത്യാസം വരത്തുള്ളൂ. പക്ഷെ നാക്കനക്കില്ല, മിണ്ടത്തില്ല. എടാ നിന്റെ ഇപ്പൊ ഈ കടയിൽ നീ ടാറ്റു അടിക്കുന്നുണ്ടാ? ടാറ്റു അടിക്കും, ഇവിടെ ഉണ്ട് ടാറ്റു. നീ ഒരു പയ്യനെ ടാറ്റു അടിച്ചു കൊടുത്തത് കണ്ട്, കൈ മുഴുവനും ടാറ്റു. അത് അവൻ ഇവിടെ ടാറ്റു അടിക്കാൻ വന്നതാണ്. അവന്റെ പേരെന്താന്നറിയാമോ? ഋഷികേഷ്. ഞാൻ എഴുതും തെറ്റും വെട്ടും, എഴുതും തെറ്റും വെട്ടും, എഴുതും തെറ്റും വെട്ടും. അവൻ ഇവിടം വരെ ആയി. എങ്ങനെയാ വിശ്വസിച്ചാണെങ്കിൽ ഒന്ന് ടാറ്റു അടിക്കാതിരിക്കുന്നത്? എന്തായാലും നീ പെട്ടെന്ന് റെഡിയാക്കാം. റെഡിയാക്കാം. പിന്നെ നീ അമൃത ടിവിയിൽ നേരത്തെ വർക്ക് ചെയ്തോണ്ടിരുന്ന കിറ്റ് കളിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അമൃത ടിവിയിൽ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്കുള്ള കഴിവുണ്ടോ? ഞാൻ മോഹൻലാലിന്റെ ഫിഗർ ഒക്കെ ചെയ്യൂടാ. മോഹൻലാൽ എന്തെങ്കിലും ഒരു അവസരം ഉണ്ടാക്കി തരും. ചെയ്താ നോക്കട്ടെ. മോഹൻലാലിന്റെ മറ്റേ ഒരു കണ്ണാടി ഉണ്ടായി. എടാ മറ്റേ എമ്പുരാനില്ല, മറ്റേ ഫിഗർ ഇല്ലേ? ഏത് ഫിഗർ? മറ്റേ ഖുറേഷി എബ്രാ. നീ എന്തെങ്കിലും ഒരു മ്യൂസിക് ഇട്ടോണേ. ഞാൻ വരാം. എന്റെ ദൈവമേ. ഇതാരിത്? ഖുറേഷി എബ്രഹാം. ഇത് ഖുറേഷി എബ്രഹാം. വരുന്നതേ ഉള്ളൂ. മറ്റേ ബാറ്ററി സ്കിറ്റ് കളിക്കാനെങ്കിൽ എന്തിന്റെ അവസരം വാങ്ങിച്ചാ? ബാറ്ററി സ്കിറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇഷ്ടംപോലെ പൈസ കിട്ടും. ബാറ്ററി സ്കിറ്റ് അങ്ങനെ പോയി കളിക്കാൻ നോക്കൂല. പിന്നെ അത് നിയമമുണ്ട്. നമ്മൾ നിയമമൊക്കെ അറിഞ്ഞിരിക്കണം. പറഞ്ഞതാ നിയമം എന്ന് പറഞ്ഞാൽ ഓരോരോ നിയമങ്ങൾ അതിന്റെ അനുസരിച്ച് നമുക്ക് പോകാൻ പറ്റും. നീ പറഞ്ഞതല്ല എനിക്ക് അറിയാൻ പറ്റും. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു കാര്യം ചെയ്യും, ഇന്ന് രാത്രി 9 മണിക്ക് കോമഡി മാസ്റ്റേഴ്സ് ഉണ്ട്. അതിനകത്തുണ്ട് ബാറ്ററി സ്കിറ്റ്. എന്റെ വീട്ടിൽ വന്നാൽ കാണാം. എടാ ഇന്നാ കിഴങ്ങ് ഇന്നല്ല എന്റെ കല്യാണം. ഞാൻ അങ്ങനെ വരും. കല്യാണം 11:30 11:30 തന്നെ. ഇത് രാത്രി 9 മണിക്ക്. 9 മണിക്കല്ലടാ എന്റെ ആദ്യ രാത്രി. 10 മിനിറ്റ് കൂടുതൽ കളിച്ചാൽ ബാറ്ററിയുടെ ചാർജ് പോകും. പിന്നെ എത്ര കൗണ്ടർ അടിച്ചാലും അങ്ങനെ നിൽക്കും. ഭയങ്കര പാടാ. അവിടെ എങ്ങനെയാണ് സംഭവം? നീ എന്തിനാണ് ഇറങ്ങുന്നത്? എന്തിനാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയെന്ന് വെച്ചാ എന്റെ അടുത്ത് എല്ലാവർക്കും ഭയങ്കര സ്നേഹമായിരുന്നു. ആർക്കൊക്കെയാണ്? ചേച്ചി ഞാനെന്ന് പറഞ്ഞാൽ മരിക്കും. ഇപ്പൊ എന്നെ കൊല്ലാൻ നടക്കുക. പിന്നെ കൊച്ചകിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ അവന് ഭയങ്കര വിഷമമായിരുന്നു. എത്ര സ്നേഹമാണ്? ഇല്ലേ, അവ ഒറ്റപ്പെട്ടു പോയി. ഞാനും അവനും കൂടെ ഒരുമിച്ച് നിന്നുണ്ടല്ലോ. പിന്നെ ആർക്കും ഞങ്ങൾ ഒരു കാര്യത്തിലും തോപ്പിക്കാം. കളി പറച്ചില്, പിന്നെ രാത്രി പെണ്ണുങ്ങളെ വിളിച്ച് ശല്യം ചെയ്യേക്കാം, പിന്നെ നുണ പറച്ചില്, ഓരോരോ കാര്യങ്ങൾ. വേറെ ആർക്കെങ്കിലും ഇഷ്ടം ഉണ്ടായിരുന്നു? വേറെ എലീന പഠിക്കൽ. മറ്റേ അവതാരിക. അയ്യോ, ഞാനെന്ന് പറഞ്ഞാൽ ചാവും. എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്ത് കാര്യത്തിനും അമ്പിളിക്കുട്ട അമ്പിളിക്കുട്ട അമ്പിളിക്കുട്ട. എന്നെ വിളിക്കുന്നത് എന്താണെന്നറിയാമോ? ടെഡി ബിയർ. അണ്ണാ, ഈ ടെഡി ബിയർ എന്ന് പറഞ്ഞാൽ എന്തോ അണ്ണാ? ടെഡി ബിയർ എന്ന് പറഞ്ഞ കരടിക്കുട്ടി. കരടിക്കുട്ടി. കരടിക്കുട്ടിയാ? അപ്പൊ എന്റെ അച്ഛനാ? കരടി. അപ്പൊ നരച്ച അപ്പൂപ്പനാ? ഹിമക്കരടി. കരടിക്കുട്ടിയാ? അവളെ വിളിക്കട്ടെ. ശരിയാക്കി തരാം. എല്ലാ കാര്യം ഉണ്ടായിരുന്നു. അമ്പിളിക്കുട്ടൻ വിളിക്കും. ഹലോ അമ്പിളിക്കുട്ടാ. ഹലോ. ഹലോ. നീയാണെടി ടെഡി ബിയർ? ഓ താങ്ക് യു. പിന്നെ നിന്റെ ഭർത്താവില്ലേടി രോഹിത്? അവന്റെ അടുത്ത് പറ, അവനും ടെഡി ബിയർ ആണെന്ന്. സോ സ്വീറ്റ്. പറയാം. എന്ത് പറഞ്ഞു? ചോദിച്ചിട്ട് പറയാന്ന്. അയ്യോ, മെസ്സേജ് വാട്സാപ്പിൽ. ലിൻഡ അവള് മേക്കപ്പ് ചെയ്ത് കണ്ട. ഞാൻ ഇപ്പോഴിങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ. ഒന്ന് മേക്കപ്പ് ചെയ്താ കണ്ട. എന്ത് സുന്ദരിയല്ലേ ഞാൻ കെട്ടാൻ പോണ പെണ്ണ്. തീരുമാനം എടുക്കാൻ പറ്റിട്ട് ഇതൊന്നുമല്ല സുന്ദരി. നമ്മൾ മണ്ഡപത്തിൽ കയറി ഇരിക്കത്തില്ല, താലി കെട്ടാൻ നമ്മളെ ഭാര്യ അടുത്തൊന്നും ഇരിക്കത്തില്ല. അപ്പം ഭാര്യയുടെ മുഖത്തോട്ട് നോക്കണം, എന്നിട്ട് പുറത്തോട്ട് നോക്കണം, ഫ്രണ്ടിൽ അണിഞ്ഞൊരുങ്ങി ഇരിക്കും. അതാണ് സുന്ദരിമാര്. ഒരുപാട് പേർക്ക് അനുഭവം. പെട്ടെന്ന് റെഡിയാക്കും. കസേരയും കൊണ്ട് തിരിച്ചിട്ട് മുഖം കാണാനും പറ്റൂല. അണ്ണാ, മറ്റേ ഇത് പോരെണ്ണ? ഏതാണ്? ഈ വാഴക്കപ്പം വേണോ? വാഴക്കപ്പം വാഴക്കപ്പൊന്നും വേണ്ട. വേണ്ടേ? എടാ മണ്ട, പെട്ടെന്ന് ചെയ്താ. വെറുതെ മണ്ടാനൊന്നും വിളിക്കരുത്. പിന്നെ അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ മണ്ടത്തോടൊക്കെ നിർത്തി. ഇപ്പൊ എന്നെ എല്ലാവരും ഭയങ്കര ഇഷ്ടം. ഞാൻ ബുദ്ധിമാനെന്നാണ് പറയുന്നത്. പിന്നെ ഭയങ്കര ബുദ്ധിയാണ്. അയ്യോ, പെട്ടെന്ന് റെഡിയാക്കേ. എന്താ കടിച്ചത്? എടാ മുടിയൊക്കെ അതുപോലെ ആക്കി തരണോടാ. കളയണ്ട, ഭയങ്കര പൈസയാണ്. മുഖമൊക്കെ നല്ല ക്ലിയർ ആയിരിക്കും. ആ കണ്ണൊക്കെ ഒന്ന് ടച്ച് ചെയ്യണേ. പെട്ടെന്ന് വേണേ. 11:30 മുഹൂർത്തം. കളിച്ച് നിക്കല്ലേ. ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. എന്തോന്ന് വെറൈറ്റി? കാർബൺ ചാർക്കോൾ ഹൈഡ്രാ ഫേഷ്യൽ. സാധാരണ കടകളിൽ കാർബൺ ഫേഷ്യൽ അല്ലെങ്കിൽ ഹൈഡ്രാ ഫേഷ്യൽ അങ്ങനെയുള്ള സാധനങ്ങൾ കാണുള്ളൂ. അത് സാധാരണ കട, ഇത് അസാധാരണ കട. കേട്ടാ, സമയം എടുക്കൂടെ? കുറച്ച് സമയം മതി. നിങ്ങൾ തേക്കുന്നു. 11 ഇനി അധികം സമയം. അതുകൊണ്ടാണ് ഇത് തേക്കുന്നു, കഴുകി കളയുന്നു. മുഖം മുടി തെറ്റിയാണ്. മുടിയൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് മെഷീൻ ഇരിക്കുകയല്ലേ, കണ്ടില്ലേ? അതല്ല, നീ എന്തെങ്കിലും മറ്റേ ടോപ്പിക് പൗഡർ ഇട്ടാ മതി. വേണ്ടെന്ന്, ഇത് വെച്ചൊരു ഐറ്റം ഉണ്ട്. പിന്നെ അടിപൊളിയായിരിക്കും. കാർബൺ ഫേഷ്യൽ. നല്ല രസം. കാണാൻ പറ്റുന്നേ കൊള്ളായിരുന്നു. കാണാൻ പറ്റുന്ന എന്താണ് കീടിലെ സംഭവം ഇല്ലേ അടിക്കണം. നല്ല അവളെക്കാളും നല്ല തിളങ്ങി നിൽക്കണം. പിന്നെ ഇതങ്ങോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് കഴിവ് മുടി സെറ്റ് ചെയ്യട്ടാ. മുടി തെറ്റി ഇത് കഴുകണ്ടേ?
ഇത് പിന്നെ കഴിവൊന്നും ആദ്യം നമുക്ക് മുടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം ഇത് കഴുകി ഇതിനൊരു സ്വിച്ച് ഇടണം. എനിക്കൂടെ ഇല്ലെന്ന് സ്വിച്ച് ഇടാം. കുഴപ്പമില്ലെന്ന്. ഇതൊക്കെ അതൊക്കെ മാറുമെന്ന് വലിയ പ്രശ്നമൊന്നും ഇല്ല. അടിക്കൂടെ? കറണ്ട് ഒന്നും അടിക്കില്ല. ഇത് വേറെ ആർക്കും ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? പിന്നെ ഒരുപാട് ഇറക്കി ചെയ്തിട്ടുണ്ട്. നിന്റെ കൂട്ടുകാരൻ കുട്ടിയായാലും കൂടെ ചെയ്ത് കൊടുക്കാൻ ഇല്ല, അവൻ അഹങ്കരിക്കും. ആണോ? കേട്ടാ. ഓക്കെ, നിർത്തട്ടാ. അടിപൊളിയാണ് ഇനി. സെറ്റായിരിക്കും അല്ലേ? കണ്ണാടി നോക്കണം. ഓക്കെ, കംപ്ലീറ്റ് ആയാ? വേറെ ഒന്നുമില്ലല്ലോ. ഇത് മുഖത്തുള്ള കഴിക്കളണ്ടേ? അത് കഴിവാം. കഴിവാന്നാ? എപ്പോഴും കഴിവാ? എടാ ഇപ്പൊ പറ്റുമോ? ഓക്കെ ആയാ? ഇനി കണ്ണാടി നോക്കാമോ? ഉറപ്പായിട്ട് പരസ്യം കൊടുക്കും. എനിക്ക് പരസ്യം കൊടുത്തില്ല പിന്നെ ആർക്ക് കൊടുക്കും? അനന്തരാകുമ്പോ ഈ പുള്ളി കൊടുക്കും. മുഖം നോക്കുന്ന കണ്ണാടിയാണ്. നിങ്ങളാണത്. ഒരു അബദ്ധം പറ്റി. കാർബൺ മാറിപ്പോയി. ടാറ്റു അടിക്കുന്ന മഷിയായി പോയി. ഇനി കഴുകി കളഞ്ഞാ പോകത്തില്ല. കല്യാണമേ ഒരു 2 മാസത്തേക്കൊന്ന് മാറ്റി വെക്കാൻ പറ്റുമോ? എന്തിന്? നമുക്ക് പ്ലാസ്റ്റിക് സർജറി ചെയ്യാം. എവിടെ? ഇവിടുത്തെ മെഡിക്കൽ കോളേജ് ചെന്നാൽ മതി. അമ്പളിക്കുട്ടൻ എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് കിട്ടും. അല്ല, മാസത്തെ 5 പേർക്ക് ഞാൻ തന്നെ കൊടുക്കുന്നു. എന്റെ കല്യാണം തോച്ച തെണ്ടി. അണ്ണാ ഒരു മിനിറ്റ്. കാണാൻ പോകുന്ന പൂരത്തിനെ പറ്റി നമ്മൾ നേരത്തെ പറയില്ല എന്ന് എല്ലാരും പറയുമെങ്കിലും ഞങ്ങൾക്ക് കുറച്ച് പറയാനുണ്ട്. അതെ, കാരണം ഇത് ഗേൾസ് ടൈം ആണ്. ഗേൾസ് ഞങ്ങൾക്ക് 10 പറയാനുണ്ട്. കാരണം നമ്മൾ എപ്പോഴും പറയും നിങ്ങളെ കുറിച്ചും ആൾക്കാർക്ക് 10 പറയാനുണ്ട്. 250 പറയാനുണ്ട് ഇതിനെപ്പറ്റി. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങളുടെ പെർഫോമൻസ് കണ്ടിട്ട് ഞങ്ങൾ 10 കേട്ടു. ഈ 10ന്റെ കേസ് പറയുന്നത് നിനക്ക് ആപത്തിനാണ്. നീ മര്യാദയ്ക്ക് സംസാരിക്കും. പ്രാസ കോമഡി. അത് മാത്രമല്ല നമുക്ക് 10 കിട്ടുകയും ചെയ്തു. അതെ, അത്രേ ഉള്ളൂ. 10 തോറ്റവരൊന്നും മിണ്ടാതിരിക്കൂ. നമ്മൾ എപ്പോഴും പറയാറുണ്ട് കുട്ടിക്കളി നല്ലതല്ലാന്ന്. പക്ഷെ നമ്മുടെ ഈ ഫ്ലോറിന് തീരണമെങ്കിൽ നമ്മുടെ പിള്ളേര് വരണം. അതെ, അതുകൊണ്ട് ഇപ്രാവശ്യം ചിലരുടെ കുട്ടിക്കളി മാറ്റാനും നമ്മുടെ ഈ ഫ്ലോറിന് തീയിടാനും ഞങ്ങൾ നമ്മുടെ പിള്ളേരെ ഇറക്കാൻ പോവാം. ഞങ്ങൾ സമ്മതിക്കില്ല. വേണ്ട, നിങ്ങളുടെ സമ്മതം വേണ്ട. നമുക്ക് സംസാരിക്കാം. വരൂ. പിള്ളേരുടെ പേര് പറയടാ. കുട്ടി ബാലാമണി, കുട്ടി പ്രണവ്, കുട്ടി വേദ, കുട്ടിയാകിൽ ഓളത്തെ അങ്ങ് പോട്ട്. കൂടെ പോട്ട്. അപ്പൊ ഞങ്ങൾ പിള്ളേര് നോക്കിക്കോളാം. തുടങ്ങിട്ട് ഏത് പിള്ളേര് കുട്ടികളെ മിണ്ടാണ്ടിരിക്കുന്നത്? വേറെ കുട്ടി ബാറ്ററി ഓൺ ആണ്. പുസ്തകമങ്ങനെ തിന്നുമടുത്ത് മസ്തിഷ്കത്തിൽ ചതലായി മൊത്തം പേർക്കും പ്രാന്തായി. ഇങ്ങനെ എപ്പോഴും ഇരുന്ന് പഠിക്കണമെന്നൊന്നുമില്ല. കുറച്ചു നേരമൊക്കെ ബ്രേക്ക് എടുക്കാം. അവളൊരു പഠിത്തം. എടി, നിന്നെ പോലുള്ള പഠിപ്പി പെങ്ങന്മാരാണ് നമ്മളെ പോലുള്ള പാവം ചേട്ടന്മാർക്ക് അമ്മയിലെന്ന് പള്ളി വിളിയാപ്പിച്ചിരുന്നത്. മക്കളിങ്ങ വന്നാണ് ചേട്ടൻ ഒരു കാര്യം പറയട്ടെ. എടി, നിന്നെ എന്തായാലും കുറച്ച് വർഷം കഴിയുമ്പോ കെട്ടിച്ച് വിടും. കുറച്ചു വർഷം കഴിഞ്ഞിട്ടുള്ള കെട്ടിച്ചിരുന്ന് വിടട്ടാ. അപ്പൊ ഈ പുസ്തകത്തിന്റെ അകത്തുള്ള സൈൻ തീറ്റയും കോസ് തീറ്റയും ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല. നീ കെട്ടാൻ പോണ പയ്യന് എന്ത് തീറ്റ കൊടുക്കാം എന്ന് വേണം നീ പഠിക്കാൻ. അതിന്റെ പ്രാക്ടീസ് ആയിട്ട് ചെയ്യാൻ ഒരു ചായ ഇട്ടുണ്ടോ? അപ്പോ അതൊക്കെ അങ്ങ് പണ്ടത്തെ പെണ്ണുങ്ങൾ കേട്ടാ. നിനക്ക് ചായ ആണെങ്കിൽ നീ വേണ്ടാക്കി കുടിക്കടാ. എനിക്ക് പഠിക്കാനുണ്ട്. അന്ന എടി, നിന്നെ പോലുള്ള പുസ്തകം തിന്ന പാറ്റ പെങ്ങന്മാർക്കെതിരെ നമ്മുടെ ചേട്ടന്മാർ പുതിയ പാർട്ടി തുടങ്ങാൻ പോകുന്നു. എന്തോന്നു പാർട്ടി? CJP, കോക്രോച്ച് ജനതാ പെങ്ങൾസ്. നീ തീന്നടി. +2 തോറ്റിട്ട് എന്റെ മുമ്പിൽ കിടന്ന് ഇത്രയും ജാട അടിക്കാൻ നിനക്ക് നാണം ഉണ്ടാടാ? 10ാം ക്ലാസ്സിന് ഫുൾ A+ വാങ്ങിച്ചതും പറഞ്ഞ് ഇങ്ങനെ ജാട കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ജാട കാണിക്കുന്നുണ്ടെങ്കിലേ ഞാൻ രാത്രി ഉറക്കം നിന്ന് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ്. എടേ, നമ്മളും കുറെ ഉറക്കൊഴിച്ചിന്ന് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടൊക്കെ തന്നെ പരീക്ഷയ്ക്കൊക്കെ പോയിട്ടുള്ളത്. എന്നിട്ടിപ്പോ എന്തൊരു പറ്റി? അവർക്കെല്ലാം കൂടെ പരീക്ഷ ചെന്നു ഉറങ്ങി. അത് മാത്രമല്ല, ആ ഫാനിന്റെ കാറ്റും പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് വായിക്കണം. അമ്മ താരാട്ടുമായിട്ട് പാടിത്തരും പോലെ അങ്ങനത്തെ ഫീലാണ്. അങ്ങ് ഉറങ്ങി ഞാൻ തോറ്റത് എന്റെ തെറ്റുകൊണ്ടല്ല. എന്റെ സ്റ്റാൻഡേർഡിനൊത്ത സ്കൂളുകൾ കേരളത്തിലില്ല. എന്റെ സ്റ്റാൻഡേർഡിന് പറ്റിയത് UK ആണ്. അതെനിക്ക് പണ്ടേ അറിയാം. നിന്റെ സ്റ്റാൻഡേർഡ് UKG ആണ്. UKG അല്ല, UK, യുണൈറ്റഡ് കിങ്ഡം. എന്താണ്?
ഡിണ്ടം. നിന്റെ ഈ ഡിണ്ടത്തിലോട്ട് പോകുന്ന കാര്യം അമ്മയോട് പറഞ്ഞപ്പോ അമ്മ നിന്നെ കണ്ട വഴി ഓടിച്ചത് നിനക്ക് ഓർമ്മയുണ്ടാ? ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഇനി പറച്ചിലല്ല. നമ്മുടെ പൂർവികർ നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചത് സമരത്തിലൂടെയാണ്. ഞാൻ സമരം ചെയ്ത് UK പോകാനുള്ള അവകാശം അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങും. എന്തോന്ന് സമരം? നിരാഹാര സമരം. അത് നിനക്ക് ഇത്തിരി കടുക്കും. ഒരു കടുക്കയില്ല. ഞാൻ ഇപ്പൊ തൊട്ട് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ നിരാഹാര സമരം തുടങ്ങി. അങ്ങ് UK ചെന്നൊരു മുഴുത്ത ചിക്കൻ ബർഗർ ഹരിച്ച് തിന്നിട്ടേ എന്റെ സമരം നിർത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഇവിടെ നിരാഹാര സമരം ചെയ്ത് കുഴഞ്ഞ വീണ് മരിച്ചെങ്ങാനും പോയാ ഒരു തുള്ളി വെള്ളം എന്റെ വായിൽ ഒഴിച്ചില്ല. അത്രയ്ക്ക് നിരാഹാര സമരം ആയിരിക്കും. എടാ മോനെ, എടി മോളെ, ആ ചിക്കൻ എടുത്ത് ഉച്ചയ്ക്ക് പൊരിക്കണോ അതോ കറി വെക്കണോ? ചിക്കൻ ആണെങ്കിൽ പൊരിക്കണോ അമ്മ? കറിവേപ്പിലയായിട്ട് ഇങ്ങനെ മൊരിച്ച് വറുത്ത് ചോറിന് കൊടുക്കണം. പക്ഷെ നിനക്ക് നിരാഹാരം ഇല്ലടാ. ഉച്ചയ്ക്ക് ശേഷമാണ് നിരാഹാരം. ഞാൻ മിസ്റ്റേക്കാണ്. ഉച്ചയ്ക്ക് ശേഷം. അപ്പൊ നമുക്ക് രാത്രി ചില്ലി ചിക്കൻ വെക്കാം. നാളെ രാവിലെ തൊട്ടാണ് യഥാർത്ഥ നിരാഹാരം. നല്ല നിരാഹാരം. ഞാൻ പിടച്ചു വീഴും. ബാക്കിയുള്ള ചിക്കൻ നമുക്ക് രാവിലെ പൊരിക്കാമേ. നിരാഹാരം എടുക്കാൻ സമയമില്ല. ഞാൻ മിണ്ടൂല പോലെ. എന്റെ ആഗ്രഹം അങ്ങനെ അങ്ങനെ. നീ ഇപ്പൊ UK പോവാൻ വേണ്ടി പട്ടിണി കിടന്ന് ചാവയൊന്നും വേണ്ട. UK പോവാ അങ്ങോട്ട് മോൻ. അമ്മ നീ മിണ്ടായിരടി. ആ കൊച്ചന്റെ ഒരു ആഗ്രഹമല്ലേ? എടാ നീ എന്റെ പേഴ്സിൽ നിന്നുള്ള 220 രൂപ എടുത്തോണ്ട് ഇപ്പൊ തന്നെ UK വിട്ടോ. പച്ചക്കടയിൽ പോണ കാര്യമല്ല പറഞ്ഞത്. 220 രൂപയും കൊണ്ട് UK പോണ കാര്യമാണ്. 10-15 ലക്ഷം വേണ്ടി വരും. 15 ലക്ഷം? പിന്നെ ആണോടി? 15 ലക്ഷം വേണം. എന്നാ പിന്നെ നീ ഇനി UK എന്ന് പറഞ്ഞ അക്ഷരം വേണ്ടിയ മുട്ടുകാരിയാന്നല്ലോ. ഞാൻ സമരം ചെയ്യും. പാർവതി അമ്മ നീതി പാലിക്ക. പാർവതി അമ്മ എന്നെ യുണൈറ്റഡ് അമ്മ എനിക്ക് നാക്കിങ്ങനെ അടിച്ചു വീഴണം. ഞാൻ UK എന്ന് പറഞ്ഞോട്ടാ. പാർവതി അമ്മ എന്നെ UK വിടുക. എന്നെ ഭാവിയിൽ സായിപ്പായി വാർത്തെടുക്കുക. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വീടുകളുള്ളതാണ്. ശബ്ദം വെളിയിൽ വന്ന ഇന്നലെ കിട്ടേണ്ട ബാക്കി നിനക്ക് കിട്ടും. ശബ്ദം ഇല്ലാതെ ഇങ്ങനെ സമരം ചെയ്യാനേ എനിക്ക് അറിയാവൂ. സമരം വിളിക്കാൻ നടക്കണ്. എടാ +2 പൊട്ടിയവനെ, നീ ആ ജോണിന്റെ മോനെ കണ്ട് പടിയടാ ഇത്തിരി. ഇതാണ് എല്ലാ അമ്മമാരെയും കുഴപ്പം. അവനെ കണ്ടുപടി, എവനെ കണ്ടുപടി, എന്നാലും പുസ്തകത്തിൽ നോക്കി പഠിക്കാൻ പറയില്ല. ഈ പറയണ ജോണിയുടെ മോനെ കണ്ടു പഠിച്ച് പരീക്ഷയ്ക്ക് വൈദ്യുതിയുടെ പിതാവാന്ന് ചോദിച്ചപ്പോ ഞാൻ ജോണിയുടെ മോനെന്ന് എഴുതി. നീ കൂടുതൽ പറയല്ലേ. നിനക്ക് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം ഉണ്ടാ? ഈ ഉത്തരവാദിത്വം വെച്ചാണ് നീ UK പോകാൻ പോണ. എനിക്ക് ഉത്തരവാദിത്തം ഇല്ലെന്ന് മാത്രം അമ്മ പറയരുത്. നിനക്ക് ഉത്തരവാദിത്വം ഉണ്ട്. ഒരു ബൈക്കും എടുത്ത് കണ്ട പെമ്പിള്ളാരെ പുറകെ കറങ്ങ. അത് ചില്ലറ ഉത്തരവാദിത്വം എന്നാണ് അമ്മയുടെ വിചാരം. ഒരു കാലിൽ ബ്രേക്ക്, മറ്റേ കാലിൽ ഗിയർ, ഒരു കയ്യിൽ ആക്സിലേറ്റർ, മറ്റേ കയ്യിൽ ക്ലച്ച്, ഒരു കണ്ണ് റോട്ടില്, മറ്റേ കണ്ണ് റോഡ് സൈഡിലെ പെമ്പിള്ളേര്. ചില വണ്ടിയിലാണെങ്കിൽ ചന്തിയും കൂടെ പൊക്കി പിടിക്കണം. പുറമേന്ന് കാണുന്നവർക്ക് ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് ജോബ്. പക്ഷെ ഇതുപോലൊരു നശിച്ച ജോലി വേറെ ഇല്ല. അതുകൊണ്ട് എനിക്ക് ഉത്തരവാദിത്വം. എനിക്ക് UK പോണം. ഞാൻ പോയി പഠിച്ച് വലിയ കുട്ടിയാവും. എന്നാ ഞാൻ നിന്റെ അച്ഛനെ വിളിക്കും. നാട്ടിൽ വിളിക്കുന്ന പോരി, ഇനി നിങ്ങൾക്കും കൂടെ വിളിക്കണം. എന്നെ മൂക്കി കയറ്റി വെച്ചേ. ഹലോ അണ്ണാ. ഓ നിങ്ങളുടെ മോൻ ഇവിടെ UK പോണോ? പോണം. 15 ലക്ഷം കൊടുക്കണം പോലും. ഞാൻ അവന് കൊടുക്കാം. ഹലോ, UK പോണോന്നാ? അതൊക്കെ നമ്മളെ കൊണ്ട് നിവൃത്തിയുള്ള കാര്യമാണ്. അച്ഛന് സുഖമാണോ? വെരി ഗുഡ്. ശരി അച്ഛാ, ശരി. ഓക്കെ അച്ഛാ, ഇനി ഇങ്ങോട്ട് വല്ലപ്പോഴും വിളിക്കണ്ടേ? ഈ വീട്ടിന്റെ പുറത്ത്. അതല്ലേ ഞാനും പറഞ്ഞത്. അമ്മ എന്റെ കൂട്ടുകാരന്മാരെല്ലാരും UK പോയമ്മ. അമ്മ അങ്ങനാണെങ്കി ഇവരെ വിടുകയോ ചെയ്യരുത് കേട്ടാ. ഇവനും കൂടെ ആ കൂട്ടത്തിൽ വന്നു കഴിഞ്ഞാ അവിടെ എല്ലാം അലമ്പായി പോകും. ഇവനെ വിടുവാണെങ്കിൽ അമേരിക്ക വിട്ടാ മതി. അയ്യോ, എന്നിട്ട് വേണം നീ ആ ട്രംപിനെയും കൂടെ ചീത്തയാക്കാൻ. ഞാനായിട്ട് എന്തോന്ന് ചീത്തയാക്കാൻ. നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിന്നെ വിടത്തില്ല. അമ്മ എനിക്ക് UK പൗരത്വം വേണം അമ്മ. ഇതാ ഒരെണ്ണം അങ്ങോട്ട് എടുത്ത് ഓർഡർ ചെയ്യടാ. ഓർഡർ ചെയ്യാനാ? പൗരത്വം ഷർട്ടൊക്കെ ഓർഡർ ചെയ്യണം. നിനക്കാണ് ഒരു പൗരത്വം ഓർഡർ ചെയ്യത്ര പറഞ്ഞു. ഞാൻ പറഞ്ഞു. ഈ പൗരത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ സ്ഥിര താമസം ആക്കുവന്നാ. അതായത് ഇവൻ അവിടെ പെണ്ണിനെ കെട്ടണമെന്ന്. ഓഹോ, പറഞ്ഞപ്പോ എല്ലാം പറഞ്ഞു കൊടുത്താടി. പെണ്ണ് കെട്ടിയാലേ അവിടുത്തെ പൗരത്വം കിട്ടുള്ളൂ. ഞാൻ കല്യാണം കഴിക്കും. പിന്നെ നീ കഴിക്കും. അമ്മ സമ്മതിച്ചേ, അമ്മ സമ്മതിച്ചേ, പോരി. അമ്മ സമ്മതിച്ചേ, അമ്മ സമ്മതിച്ചേ, കഴിക്കാം. അമ്മ സമ്മതിച്ചേ. മര്യാദ ഇവിടെ നിന്ന് പഠിച്ച് ഇവിടത്തെ ഒരു കൊച്ചിനെ കെട്ടിക്കണം. അമ്മ എനിക്ക് ഇവിടുത്തെ പെണ്ണുങ്ങളെയൊന്നും ഇഷ്ടമില്ല അമ്മ. ഇവിടുത്തെ പെണ്ണുങ്ങളെ പേരുകളൊന്നും കൊള്ളൂല. ബലൂണി എന്ന് പറഞ്ഞ ഏറുമല്ല. ഉഷ, പൊടിച്ചി, മണിച്ചി, കുറെ ഇച്ചിച്ച് പേരുകള്. അതിനൊക്കെ അവിടുത്തെ പെണ്ണുങ്ങളെ പേര് കേൾക്കണം. നമ്മളെ ഈ 5 സ്റ്റാർ ഹോട്ടലിലെ മെനു കാർഡ് പോലെ. സിഡ്നി സ്വീനി, നട്ടാഷ റോമനോഫ്, സ്കാർലെറ്റ് ജോഹാൻസൺ. നല്ല 2 പേരൊക്കെ എടുത്ത ഉച്ചയ്ക്ക് നല്ല 2 പാത്രം ചോറുണ്ടാവും.
അമ്മ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. നാളെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോ ചറക്കി അടിച്ച് വീണ് അമ്മ ഇങ്ങനെ അടുത്ത് ആശുപത്രി കൊണ്ടായി. ആ സർക്കാർ ആശുപത്രിയിൽ ഒരു പാത്രം കഞ്ഞിവെള്ളം കൊണ്ട് ഒരു മദാമ ഇങ്ങനെ പറഞ്ഞു. അതാരാ? ആരാ? അമ്മയുടെ മദാമ മരുമോൻ. നാത്തും പോയി നടത്തല്ലേ? ഇവിടെ പറയാനായിട്ടല്ല, എനിക്ക് എന്റെ മദാമ കൊച്ചിന് ഇതൊന്നും കേട്ടോണ്ട് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. വാടക വീട്ടിലാണെങ്കിൽ നമ്മൾ താമസിക്കും. കല്യാണം കഴിഞ്ഞില്ല, മറന്നുപോയി ഞാൻ. ഇവന്റെ ഈ സ്വഭാവം കൊണ്ട് ഇവൻ ഏതെങ്കിലും മദാമ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരും. അങ്ങനാണെങ്കിൽ അമ്മ ഏത് ഭാഷയിൽ അവളോട് അമ്മായിമ്മ പോരെടുക്കും. അത് ശരിയാ. എന്തൊരു ചെണ്ടോടിന കൊരങ്ങനാ. എന്തോന്ന് കാര്യം? ഞാൻ അങ്ങ് UK ചെന്ന അവിടുന്ന് എനിക്ക് കിട്ടുന്ന പോക്കറ്റ് മണി കൊണ്ട് നിങ്ങളെ രണ്ടുപേരെയും ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കും. അയ്യ, അങ്ങനെ ഇപ്പൊ അവൾ ഇംഗ്ലീഷ് പഠിച്ചിട്ട് ഞാൻ അവളോട് വഴക്കുണ്ടാക്കത്തില്ല. എടാ, അവള് വേണമെങ്കിൽ എന്റെ മലയാളം പഠിക്കട്ടെടാ, എന്നിട്ട് ഞാൻ പറയുന്ന അവള് കേക്കട്ടെ. നിങ്ങൾ എന്താന്ന് വെച്ചാച്ചേ, എനിക്കിപ്പോൾ 5 ലക്ഷം രൂപ ഇങ്ങ് താ, ഞാൻ പൊയ്ക്കോട്ടെ. എടാ മക്കളെ, ഈ വീട് വിറ്റ് നിരക്ക് എടുത്ത് തരാന്നായിരുന്നെങ്കിൽ ഇതിന്റെ പ്രമാണം ബാങ്കില്. എനിക്കാകെ ഉള്ളത് എന്റെ ഒരു കിഡ്നി. അത് വിറ്റിട്ടാണെങ്കിൽ നീ അങ്ങ് കൊണ്ടുപോകുന്നില്ല 15 ലക്ഷം. അമ്മ എന്തോന്ന് വർത്താനം അമ്മ പറയണത്? പെറ്റതള്ളാരെ കിഡ്നി വിറ്റ് UK പോവാനുള്ള മനസാക്ഷി ഇല്ലാത്തവനല്ല ഞാൻ. അമ്മ പറയണത് കേട്ടാടി? നീ എന്റെ അരിയത്തി അല്ലേടി? നിന്റെ കിഡ്നി അരി ഞാൻ പോയിക്കോളാം. എന്നെ അടിച്ച് ക്ലൈമാക്സ് എടുത്താൽ നോക്കിയല്ലേ? ക്ലൈമാക്സ് വേണ്ടേ? ഇത് എന്റെ കഥയാടി. ഇതിന്റെ ക്ലൈമാക്സ് UK കൊണ്ടുപോയി. വീടാടാ, ഇവിടെ അടിക്കാനുള്ള ക്ലൈമാക്സ് ഞാൻ ഇവിടെ അടിച്ചു നിർത്തും. എന്റെ ഡൂക്കേ. നോക്കൂ, ഗേൾസ് ടീമിന്റെ അഭിമാനമായ സ്കിറ്റാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. അതാ ശ്വേതാ മേനോൻ ഓടിച്ചെന്നവരെ കെട്ടിപ്പിടിക്കുകയാണ്. ചേച്ചി ഇമോഷണൽ ആവുന്നു കണ്ടോ? ഇത്രയും നല്ല സ്കിറ്റ് കണ്ടിട്ടില്ല എന്നും പറഞ്ഞ് ചേച്ചി അവരോട് പറയുകയാണ്. മൈക്ക് ഇല്ലാത്തോണ്ട് ഞാനത് നിങ്ങൾക്ക് തർജ്ജമിക്കുകയാണ്. എലീനെ, ഒരു മജീഷ്യന് മൈക്ക് അന്തരീക്ഷത്തിനുണ്ടാകും. അത് മാത്രമല്ല, ഈ ചേച്ചി പലർക്കും ഓങ്ങി വെച്ച പായാണ്, നിരക്കി ഇട്ടേതേ ഉള്ളൂ. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. എന്തോ ഒരു ആസ് എൻ ആർട്ടിസ്റ്റ് ഭയങ്കര ആദ്യമായിട്ടാണ് ഞാൻ ഈ 2 കുട്ടികളും രണ്ടുപേരും അസാധ്യം ആർട്ടിസ്റ്റാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഓരോരുത്തരും ഇവിടെ ഇവനെ മാത്രമേ നോക്കിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇവർ രണ്ടുപേരും നമ്മള് നോട്ടീസേ ചെയ്തിട്ടില്ല. എനിക്ക് ഭയങ്കര, ഞാൻ ഈ സ്കിറ്റില് പ്രണവിനെ കണ്ടോണ്ടിരിക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ പേഴ്സണലി ഭയങ്കര സന്തോഷം. കാര്യം എന്താ അറിയോ, ഇവൻ ആദ്യമായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഇവൻ വീഡിയോ അയച്ചിട്ട് ചേട്ടാ എനിക്ക് കോമഡി മാസ്റ്റേഴ്സിൽ വരണമെന്ന് പറഞ്ഞ സമയത്ത്, ഇവൻ അയച്ചു സമയത്ത് ആ വീഡിയോ കണ്ടിട്ട് ഇവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടൊരു വീഡിയോ അയച്ചതാടാ, ഞാനവിടെ അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ പ്രണവിൽ നിന്ന് ഇന്ന് ഈ ഫ്ലോറിൽ ഒരുപാട് സ്കിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ സത്യത്തില് അഭിമാനവും സന്തോഷവും ഒക്കെ. അത് എന്താ അറിയോ, അത് എന്തെങ്കിലും രീതിയിൽ ഞാനും അതിനോട് കാരണമായല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ എനിക്കും സന്തോഷം, ഭയങ്കര അഭിമാനമാണ് നിന്നെ കാണുമ്പോൾ. സത്യം, വളരെ മനസ്സിൽ നിന്ന് പറയുന്നതാണ്. പിന്നെ നമ്മൾ സാധാരണ പറയും നാട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കൂലെന്ന്. നിന്റെ നാട്ടുകാരനായിട്ട് ഞാൻ പറയുന്നു, നീ സൂപ്പറാണ്, നീ ഗംഭീരമാണ്. കഴിഞ്ഞ ദിവസം ചേച്ചി ഞാൻ പ്രണവിനോട് പറഞ്ഞേ, കഴിഞ്ഞ ദിവസം സ്കിറ്റ് കണ്ടപ്പോ മോനോടാ മോനെ അടിപൊളിയായിട്ട് ചെയ്യണം, എന്ത് രസമാണ്. അയ്യോ ചേട്ടനെ പോലത്തെ ആൾക്കാരൊക്കെ ഒന്നുമല്ലടാ നിന്റെ മുന്നിൽ, നീയാണ് കിടു, സൂപ്പർ ആർട്ടിസ്റ്റ് ആട്ടോ, അടിപൊളി. ചേച്ചി നമുക്ക് ബാറ്ററി നോക്കണം. പിന്നെ പക്ഷെ ബാറ്ററി നോക്കുന്നതിന് മുമ്പ് ചേച്ചി ഒരു മാജിക് കാണിച്ചാൽ നമ്മുടെ ഹോം സെറ്റിലേക്ക് നമ്മൾ തിരിച്ചു വരും. ഓക്കെ, അപ്പോ ഇനി ബാറ്ററി നോക്കാം. ബാറ്ററി നോക്കാം. വാ, തിരിഞ്ഞു നോക്കിക്കോ. അയ്യോ ചേച്ചി ചേച്ചി കരയാതെ അമ്പടിച്ചിട്ടും കരയണ. ഒരു മിനിറ്റ് രണ്ടുപേരും സ്റ്റക്കായി. ഞാൻ പേടിച്ചു പോയി. ഞാനേ പേടിച്ചു അവരുടെ ഇത് കണ്ടിട്ട്. ഇതെല്ലാം കാരണം പ്രണവൻ നീയാണ്. മോനെ, ഇതിന്റെ സ്ക്രിപ്റ്റ് ആരായിരുന്നു മോനെ? സ്ക്രിപ്റ്റ് ആരായിരുന്നു? നിതീഷ് നല്ലൊരു കൈ കൊടുക്കാം. നിതീഷേട്ടാ, കാരണം നമ്മൾ ആർട്ടിസ്റ്റ് സ്റ്റേജ് പെർഫോം ചെയ്യുമ്പോഴും ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്ന പലരും പലപ്പോഴും പറയാവും. അപ്പോൾ എന്തായാലും നിതീഷ് നല്ലൊരു കൈയടി. സൂപ്പർ സ്കിറ്റ് ആയിരുന്നു, സൂപ്പർ. ചേച്ചി
അടുത്ത മാജിക് എന്ന് പറയുന്നത് ഈ പൈസ ഇട്ട് കൊടുക്കണം. അതെ. അപ്പം ഫോൺ വേണ്ടേ? യെസ്. ആ. അപ്പൊ ഫോൺ. ഭയങ്കര മാജിക് ആയി പോയി. ചേച്ചി ഇനി ആരും മജീഷ്യൻ സാമ്രാജ്യം എന്ന് വിളിക്കരുത്, മജീഷ്യൻ സാമ്പ്രാണിത്തിരി. നല്ലായിരുന്നു, അത്യാവശ്യം നല്ലായിരുന്നു. നല്ല കുഴപ്പമില്ല അത്. എന്തായാലും അർജുന്റെ പേയ്മെന്റിന് 50,000 ഇപ്പൊ ഇവർക്ക് കൊടുക്കുന്നു. സാമ്പ്രാണി തിരിയിൽ അമ്പയറായിട്ട് വളർന്നിടണം. പാസ്വേഡ് നോക്കല്ലേ അവസാനം ബാങ്കിൽ നിന്ന് പൈസ എല്ലാം പോയിട്ട് നമ്മൾ അവസാനം എന്താണ് നമ്മുടെ അടുത്ത പരിപാടി? അപ്പോൾ നമ്മൾ ബോയ്സ് ടീം ഒട്ടും പുറകിലല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നാട്ടുകാർക്ക് പ്രത്യേകിച്ച്. അപ്പൊ ചെന്നൈ സൂപ്പർ കിങ്സ് RCB എന്നൊക്കെ പറയുന്ന പോലെ RRS ആണ് വരാൻ പോകുന്നത്. RRS മനസ്സിലായില്ല? ബാക്കി പിന്നെ എല്ലാം മനസ്സിലായല്ലോ. രാധാകൃഷ്ണൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, റജി പത്തനാപുരം ആൻഡ് സതീഷ്. അംഗം തുടങ്ങട്ടെ. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ശ്വേത ചേച്ചി ഉണ്ടോ, ബാറ്ററി ഓൺ ചേച്ചി. ബാറ്ററി ഓൺ ആടാ. ഇനി അംഗം തുടങ്ങട്ടെ. ഓ ശരിയാടാ. എന്തൊരു അടിയാടാ അടിക്കുന്നത്. ഓ, തിരിഞ്ഞും മറിഞ്ഞുള്ള അടി. ഓ, ഇതിനൊന്നും നമുക്ക് ഭാഗ്യമില്ലേ. ഒന്നുമില്ലയോ? ഓ, ഒന്നുമില്ലെന്നേ. എടാ ഈ ലോട്ടറി ഒരു കളിയാ, ഒരു സിസ്റ്റമാ. ഇന്ന് കൊല്ലത്ത് അടിക്കുന്നെങ്കിൽ നാളെ ആലപ്പുഴ അടിക്കും. ശരി, നാളെ ആലപ്പുഴ ആണെങ്കിൽ മറ്റേത് എറണാകുളത്താ. അതാണ് ജമ്പലിന്റെ ഒരു കളിയാ. ഇത് മൊത്തവും പഠിച്ചു വെച്ചൊക്കെ തന്നെ ഞാന്. എന്നിട്ട് നിനക്കെന്താ ലോട്ടറി അടിക്കാത്ത? ഞാനിതൊക്കെ പഠിച്ചു വന്നപ്പോഴത്തേക്ക് അവരാ സിസ്റ്റം അങ്ങ് മാറ്റി. അപ്പൊ ലോട്ടറി അടിച്ചും ജീവിക്കണ്ട. എടാ വല്ല പണിക്ക് പോയി ജീവിക്കടാ. എടാ ഞങ്ങളുടെ വീട്ടിൽ 2 പേര് പണിക്ക് പോകത്തില്ല, ഒരൊറ്റ ഒരാള് പണിക്ക് പോയാൽ മതി. അതാരാ? അത് എന്റെ വെണ്ണമ്പുള്ള തൊഴിലുറപ്പിന് പോകുന്നുണ്ട്, അത് മതി. എടാ നിനക്ക് നാണം ഉണ്ടോടാ പെണ്ണുമ്പിള്ള ജോലിക്ക് വിട്ടിട്ട് തിന്നോണ്ടിരിക്കാന്? അത് നീ പണിക്ക് പോകുന്നുണ്ടോടാ? എടാ നിന്നെ പോലെ പെണ്ണുങ്ങളെ ഞാൻ പണിക്ക് വിടത്തില്ല. പിന്നെ സന്തോഷമായിട്ട് ജീവിക്കുന്ന ഞാൻ. 90 വയസ്സുള്ള ഒരു അച്ഛൻ വീട്ടിലുണ്ട്, അച്ഛനെ ഞാനങ്ങ് പറഞ്ഞു വിടും. പണിക്ക് പോകരുത്. എടാ ഞാൻ പണിക്ക് പോകാതെ പൈസ വെക്കുന്നുണ്ടല്ലോ. അതെങ്ങനെയാ? ബാങ്ക് കൊള്ളയടിക്കും. ബാങ്ക് കൊള്ളയടിക്കും? ഇതിന് മുന്നേ ബാങ്ക് കൊള്ളയടിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഏത് ബാങ്കാ? പവർ ബാങ്ക്. പവർ ബാങ്ക് കൊള്ളയടിക്കാനേ പറ്റൂ. കാശുള്ള ബാങ്ക് കൊള്ളയടിച്ചിട്ടുണ്ടോടാ? കാശുള്ള ബാങ്ക് ഞാൻ കൊള്ളയടിക്കും. അത് നമ്പർ ലോക്കാ എന്ത് ചെയ്യും? എടാ എത്ര നമ്പർ ലോക്കാണെങ്കിലും ഞാൻ അടിക്കും. എന്റെ ഭാര്യ അതിന് മിടിക്കുക. ഞാൻ എന്റെ മൊബൈലിൽ ഇടുന്ന എല്ലാ നമ്പർ ലോക്കും അവൾ അടിച്ചെടുക്കും. സതീശൻ വരുന്നത്. എടാ സതീശോ, എടാ ഞങ്ങൾ ആകെപ്പാടെ പേടിച്ചിരിക്കുവായിരുന്നടാ. എന്തിനാടാ? നീ വല്ല പണിക്ക് പോയി വിചാരിച്ചു. പാട്ടി പോവും. എടാ നീ എന്താ താമസിച്ചേ? ഒന്നും പറയണ്ട, അച്ഛനൊന്നാ വയ്യാതിരിക്കുമല്ലോ, പ്രായമൊക്കെ അല്ലയോ, ഭയങ്കര മൂശാട്ടയാ. അതിന് ഞാൻ എന്താണെന്നറിയോ, പെങ്ങളുടെ വീട്ടിൽ കൊണ്ട് വിട്ടായിരുന്നു. ഇന്ന് രാവിലെ പോയി ഇങ്ങ് വിളിച്ചോണ്ട് വന്നു. പെൻഷനൊക്കെ കൂട്ടിയില്ല. അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിനക്കുന്നേരം. ഓ ഇറങ്ങാനൊക്കത്തില്ല, പുറത്തോട്ട് ഇറങ്ങാനൊക്കത്തില്ല. എടാ ഇപ്പം വീട്ടുകാരെല്ലാം പണിക്ക് വിളിക്ക് വന്നു. അതിനെന്തോ എന്ത് വന്നു? ഇതിലെ ബംഗാളികളില്ലയോ, അമ്മരെല്ലാം നാട്ടിൽ പോയില്ലയോ, തിരിച്ചു വന്നില്ല. അത് പറ്റി. എന്ത് പറ്റിയെന്നു? എടാ ഇപ്പൊ അമ്മമാർക്ക് മേശിരിമാർക്ക് 2000, ഹെൽപ്പറിന് 1500 ഇത് കൊടുത്താലേ അമ്മമാർ ഇങ്ങോട്ട് വരുത്തുള്ളൂ. അമ്മാര് വരണ്ടടാ, നീ ഒരു 1000 രൂപ എനിക്കതാ, ഞാൻ വരാം. അപ്പൊ നീ പണിക്ക് പോകാൻ തുടങ്ങിയോ? ഉമ്മ പറഞ്ഞില്ലടാ. പക്ഷെ നിന്റെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിന്റെ മരുമോടെ വയറ് കാണാൻ ചേർക്കണ നീ എന്നെ വിളിച്ചവനല്ല. അത് പറയാൻ പറ്റില്ല. അത് ഞങ്ങൾ ഈ മാസം 15-ാം തീയതി വെച്ചിരുന്നതാ. അത് ഞങ്ങൾ അടുത്ത മാസത്തേക്ക് അങ്ങ് മാറ്റി. അതെന്താ പറ്റി? ഇപ്പൊ സർക്കാരിന്റെ ഒരു തീരുമാനം ഉണ്ടല്ലോ, ഇപ്പം ഈ പെണ്ണുങ്ങൾക്ക് സൗജന്യ ബസ് യാത്രയില്ല. അവള് വരല അന്ന് വരാൻ നിൽക്കുവോ? അതാകുമ്പോ ഒരു 3-4 വണ്ടിയും കയറി വരാമല്ലോ. സർക്കാരിന്റെ ഒരു കാര്യമേ, ഗ്യാസ് ഒക്കെ വളരെ ഷോർട്ടേജ് ആയിട്ട് നിൽക്കുക. ഈ വിറകൊക്കെ നല്ല ഡിമാൻഡാ. നമുക്ക് ഈ വിറക് കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റും. എന്തുവാണ്? കത്തിക്കാം. ഓ ഇവനെന്തോ പറഞ്ഞേ. എടാ ഈ വിറക് കൊണ്ട് വല്ല ബിസിനസ് ചെയ്യാൻ പറ്റുമോ ഞാൻ ചോദിച്ചത്. വിറക് കീറി ബിസിനസ് ചെയ്യാം. എടാ അതെങ്ങനെയാണ് ശരിയാവുന്നത്? നമ്മൾ ഈ കീറിയ വിറകിനില്ലേ വിറകെന്ന് പറയുന്നത്, അതിനെ എവിട്ട് കീറും? കീറാൻ നീ വേറെ വല്ല ജോലിയല്ലോ നോക്ക്. അങ്ങനാണെങ്കിലേ നമുക്ക് ഈ പെട്രോളിനും ഡീസലിനും ഇപ്പം വില കൂടുതലാ. അത് ശരിയാ. അത് കുറച്ച് മേടിച്ച് നമുക്ക് ബ്ലാക്കിൽ അങ്ങ് വിറ്റാലോ? എടാ എന്തിനാ ബ്ലാക്ക് വിൽക്കുന്നത്? ആ കളറത്തെല്ലാം കൊടുക്കങ്ങ്. എടാ എനിക്ക് ചെയ്യാൻ പറ്റിയ ജോലി വല്ലതും ഉണ്ടോ? നീ ആശാരിപ്പണിക്ക് പോവോ? അത് ശരിയാവത്തില്ല. ഞാൻ ഒരിക്കലും ഒരു വീട്ടിൽ ആശാരിപ്പണിക്ക് പോയതാ. ഉച്ചയായപ്പോ അവര് പറയാ മേശിരി ഒറ്റക്കാലിൽ ഒരു ടേബിൾ ഉണ്ടാക്കാൻ പോകുന്നു. അത് ശരി. ഞാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞു. അതെന്താ? 2 കാലിൽ നിന്നിട്ട് ചെയ്യാൻ ഒക്കുന്നില്ല. പിന്നെ ഞാൻ ഒറ്റക്കാലിൽ ഇരുന്ന് ചെയ്യുന്നത്. എടാ ഒറ്റക്കാലിന് ടേബിൾ ഉണ്ടാക്കാനാ പറഞ്ഞത്. അത് ഒറ്റക്കാലിൽ നിന്ന് ടേബിൾ ഉണ്ടാക്കാനല്ല എന്റെ അടുത്ത് പറഞ്ഞത്. പണിയെ കുറിച്ച് കുറ്റം പറഞ്ഞ് നോക്കണം അവനെ. അവൻ പറയൂടാ, അവൻ പറയും. ഇവൻ പണിക്ക് പോകാത്തതിന് ഇവന്റെ ഭാര്യ എന്തോ തെറിയാ വിളിക്കണമെന്നറിയാമോ? അവൾ ഒരെണ്ണം വിളിക്കുമ്പോ ഇവൻ 9 എണ്ണം വിളിക്കും. ഭയങ്കര തെറിവിളി, അതിലെ പോകാനൊക്കത്തില്ല. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ അതിലെ പോയപ്പെടല്ലോ, ഭയങ്കര ശാന്തം. അതുവഴി പോകുന്ന ശാന്തമല്ലയോ? അവളിന് തെറി വിളിക്കത്തില്ല. എന്താ? ഞാൻ അവക്കൊരു മൊബൈൽ മേടിച്ചു കൊടുത്തു. റീൽസ് ചെയ്യാനോ? റീൽസ് ചെയ്യാനുള്ള
അല്ലടാ പിന്നെ ഇവൾ ഈ മൊബൈലും കൊണ്ട് അടുക്കളയിലോട്ട് ചെയ്യും, മെസ്സേജിനകത്ത് തെറി എനിക്ക് ഇങ്ങോട്ടങ്ങ് അയക്കും, ഞാനും അങ്ങോട്ട് മെസ്സേജിൽ തെറി അങ്ങോട്ടും അയക്കും. ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ചുരുക്കം പറഞ്ഞ സൈലന്റ് പ്ലേ. ഞാനേ ഒരു കച്ചവടം ചെയ്യാൻ തീരുമാനിച്ചു. എന്താ കച്ചവടമാടാ? ഈ ഓറഞ്ച് കച്ചവടം ഇല്ലയോ, അത് ചെയ്യാൻ അങ്ങ് തീരുമാനിച്ചു. എടാ ഈ മഴക്കാലത്ത് നമ്മൾ ഈ ഓറഞ്ച് എവിടെ കൊണ്ടിട്ട് വിൽക്കാനാ? എടാ സർക്കാർ പറഞ്ഞാണ് 4 ജില്ലയിൽ ഓറഞ്ച് വിൽക്കാന്ന് പറഞ്ഞു. എന്തോ എപ്പം ഇന്നലെ TV വാർത്തകൾ പറയുന്നത് 4 ജില്ലയിൽ ഓറഞ്ച് അലോടാന്ന്. 4 ജില്ലയിൽ ഓറഞ്ച് അലാത്ത് അപകടം. അയ്യോ താട്ടാ ഒരു അപകടം വിളിക്കുന്നു. എന്താ കണ്ട്രാക്ക് പണിക്ക് പോകാനാന്ന് തോന്നുന്നു. അതെന്തോ പണിയാ പറയുന്നത്? നിങ്ങൾ ഞാൻ ഇവിടെ ഇരുത്തിട്ട് ഞാൻ പണിക്ക് ശരിയുള്ള കാര്യമാണോ? എടാ ഇവൻ എന്തോടെ പറയുന്നത്? നമ്മളിങ്ങനെ കലിങ്കൻ സ്ഥിരമായിട്ട് ഇങ്ങനെ ഇരുന്നാണ്ടല്ലോ, വല്ലോ പോലീസുകാരും പിടിച്ച് നമ്മളെ എങ്ങാനും ജയിലിലെങ്ങാനും കൊണ്ടിടും. പോണം. നിനക്ക് പേടിയില്ല? ഞാൻ എന്തിനാ പേടിക്കുന്നത്? എടാ നമ്മൾ 3 പേര് ഇവിടെ ഒരു ജോലിയില്ലാതിരിക്കുക. അവിടെ കാണാൻ ചെന്ന് കഴിഞ്ഞാൽ 3 നേരം ആഹാരം കിട്ടും, അവിടെ വരുമ്പോ നല്ല ശമ്പളം കിട്ടും. എനിക്കൊരു ജോലി ആയോ? എടാ ആനന്ദ, നീ ഇവനൊരു ജോലി പറഞ്ഞു കൊടുക്ക്. ഓ അവൻ ജോലിക്കൊന്നും പറ്റുന്നില്ലടാ. ഞാൻ വരാം. നീ വരുവോ? ഞാൻ അണ്ണ വിളിച്ചു നോക്കട്ടെ. വിളിക്ക്. ഒരു പണി നല്ല കാര്യമില്ല അത്. അണ്ണാ നമ്മുടെ ചെറുക്കൻ ജോലി കൊടുക്കാവണ്ണ. ചിക്കൻ സെന്ററിലോ? എടാ ചിക്കൻ സെന്ററിൽ നിൽക്കാൻ പറ്റുമോന്ന്? ഉച്ച വരെ നിൽക്കാം, അത് കഴിഞ്ഞാൽ ഞാൻ സൈഡിലോട്ട് മാറി. അണ്ണ അവൻ ഉച്ച വരെ സെന്ററിൽ നിൽക്കാം, അത് കഴിഞ്ഞ് സൈഡിലോട്ട് മാറി നിൽക്കാൻ പറ്റുമെന്ന് നോക്കടാ. സെന്ററിൽ നിൽക്കാൻ പറ്റുമോ ചോദിക്കുന്നത്? പറ്റത്തില്ലെന്ന്. കട്ടക്കമ്പനിയോ? എടാ കട്ടക്കമ്പനി നിൽക്കാൻ പറ്റുമോ? കട്ടക്കമ്പനി ഞാൻ നിൽക്കാം. എന്തായാലും നമ്മൾ ഇവിടുത്തെ കട്ട കമ്പനിയാണ്. അത് ശരിയാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കട്ടക്ക് അങ്ങ് നിൽക്കാം. ഒരു കാര്യം ചെയ്യണം നമുക്ക്. എന്തോ നമുക്ക് മെമ്പർക്ക് ഒരു കത്ത് കൊടുത്തിട്ട് പോകണം. അതെന്നാത്തിനാ? നമ്മൾ ഈ കലങ്ങി ഇവിടെ ഇരുന്നിട്ടുണ്ടല്ലോ, ഇതങ്ങ് വള്ളം പോലായി. ഒരു ഇത്തിരി സിമെന്റും ഒരു ഇത്തിരി മണലും ഒരു ഇത്തിരി വെള്ളം കൂടെ ഉണ്ടെങ്കിൽ ഒരു ചാലിച്ച് ഒറ്റ തേപ്പ് വെള്ളമൊക്കെ നേരെയാവും. ശരിയാ. നമ്മളെ പോലെ പണിക്ക് പോകാത്ത അടുത്ത തലമുറയ്ക്ക് അതൊരു ഉപകാരമാവും. നല്ല രസം ഉണ്ടായിരുന്നു ഈ സ്കിറ്റ് കാണാൻ വേണ്ടി. നിങ്ങളുടെ ഒരു കഥ അവിടെ പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ജീവിതത്തിന്റെ പ്രതിച്ഛായായിരുന്നു. അതെ, കലങ്കി കയറിയിരിക്കണം 3 പേര്. അത് ഞാൻ ഇതുപോലെ ഞാൻ ഒരുപാട് വർഷം കലിക്കിലിരുന്നതാ. ഒരു മടിയുമില്ല അത് സമ്മതിച്ചേരാ. നമ്മളെല്ലാരും ഇരുന്നിട്ടുണ്ട്. നല്ലതായിട്ടാ പറഞ്ഞേ. അതെ രാധാകൃഷ്ണേട്ട ഒരാള് മാറി ഒരാള് വന്നല്ലോ. ഞങ്ങൾ വേറൊരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. സതീഷേട്ടാ ആദ്യമായിട്ടല്ലേ ഇവിടെ? അനീഷ് പോയി, സതീഷ് വന്നു. രണ്ടിലും ഷീളുള്ളോണ്ട് കുഴപ്പമില്ല. ഒരു നാടൻ ശൈലിയുള്ള നാടൻ തമാശയായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചിക്കൻ സെന്ററിൽ നിൽക്കാൻ പറ്റുന്ന ഉച്ചവരെ സെന്ററിൽ നിൽക്കുക, അത് കഴിഞ്ഞ സൈഡിലോട്ട് പറ്റുന്നുണ്ട്. വിറകിന്റെ കത്തിക്കുക. നമുക്ക് വിറക് രീതി ചെയ്തത് അത് കീറുമ്പോഴേ വിറകായില്ല, പിന്നെ അതൊക്കെ കത്തി ചെയ്യുന്നു. മറ്റു സാധനം നല്ലതായിരുന്നു. ഇതൊരു സിസ്റ്റമാടാ. സിസ്റ്റം പഠിച്ചൊന്നും ഒരു മാറ്റിക്കളഞ്ഞു. അല്ല, ഈ നമ്മൾ യൂഷ്വലി പറയാ ഒരു കുറച്ച് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും. ഇത് 3 മടിയന്മാര്, ഭയങ്കര പ്രൗഡ് മടിയന്മാര്. അത് നിങ്ങളുടെ ആ ഒരു ശൈലി, ആ ഒരു അവതരണമല്ലേ ഭയങ്കര ക്യൂട്ടായിരുന്നു. അണ്ണന്റെ പേരെന്താണ്? അണ്ണന്റെ പേര് നല്ല ടോണാണ് കേട്ടോ. ശൈലി, സംസാര ശൈലി ഭയങ്കര സൈക്കിളതാ. നിങ്ങൾ രണ്ടുപേരും എവിടെയായിരുന്നു കുറെ നാള് വന്നിട്ട്? പിന്നെ ഞങ്ങളത് പറയാം. ഞങ്ങളിവിടെ ഒരു 5-6 എപ്പിസോഡ് ചെയ്തതാ. കുറെ നാൾ വന്നില്ല. ഞങ്ങളുടെ അടുത്ത് ചോദിച്ചേടാ നിങ്ങളിപ്പോ അമൃത ചാനലിൽ പോകുന്നില്ലയോ, നിങ്ങളുടെ സ്കിറ്റ് കാണാൻ ഞങ്ങൾ നോക്കിയിരിക്കുവായിരുന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല. ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റിയത് കൊണ്ട് ഞങ്ങൾ ഈ മൊത്തത്തിൽ നന്ദി പറയുന്നുണ്ട്. ഇനി വരണം കേട്ടോ, സ്ഥിരം വരണം. തമാശയൊക്കെ ആയിട്ടെ. അല്ല, നിങ്ങൾ വഴി നമുക്ക് ഒരുപാട് സാധാരണ നമ്മളുടെ പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ എല്ലാം മേഖലയിലും ഉണ്ട്. അപ്പം നിങ്ങൾ വരണം. ബിക്കോസ് നിങ്ങളുടെ അവതരണം കണ്ടിട്ട് എത്രയോ പ്രേക്ഷകർ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വഴി ഒരുപാട് നമുക്കും കുറേ ആൾക്കാർ ഇവിടെ വരും. സോ എന്തായാലും നിങ്ങൾ നമ്മുടെ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആണ്. അപ്പോൾ എന്തായാലും വീണ്ടും വന്നതിന് താങ്ക് യു. മിസ് ചെയ്തു നമ്മള്. അപ്പൊ ഇനി ബാറ്ററി നമുക്ക് നോക്കാം അല്ലേ, എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത്. ചേട്ടാ ബാക്കിലാണ് ബാറ്ററി വരുന്നത്, നോക്കാം. ₹22,000 ശ്വേത ചേച്ചി ക്രെഡിറ്റ് ചെയ്യാവോ? യെസ്. അപ്പൊ വീണ്ടും നമ്മൾ കാണും അല്ലേ? ഞങ്ങള് അങ്ങനെ തിരിച്ചെത്തിയപ്പോൾ നമ്മൾ ഫുൾ ഗ്യാങ് ഇതാ ഇവിടെ ഉണ്ട്. അറിയാലോ എന്നാന്നുള്ളത്. 2 വലിയ ടൈറ്റിൽസ് കൊടുക്കാനുണ്ട്. ചേച്ചി എനിക്ക് തോന്നുന്നു ഇന്നത്തെ നമ്മളെല്ലാരും എന്റെ കൂടെ തന്നെയല്ലേ എല്ലാരും അല്ലേ? പിന്നെ അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ എന്റെ കൂടെ വന്നാൽ എനിക്ക് അത്ര സന്തോഷം ഉണ്ടാവുള്ളൂ. പക്ഷെ ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ
ഒരു ഡൗട്ടും ഇല്ലാതെ നമ്മൾ എല്ലാരും സ്വന്തം ഒരു പൂക്കി പ്രണവ്. Congratulations, Pranav. You did the hand motion with me, Pranav. And അടുത്ത ടൈറ്റിൽ എന്ന് പറയുന്നത് വില്ലി വൈറ്റ് ദ ബ്രൈറ്റ്. Yes. വില്ലി വൈറ്റ് ദ ബ്രൈറ്റ്. നമ്മുടെ പൂക്കിനെ സപ്പോർട്ട് ചെയ്യുന്നത് 2 ക്യൂട്ടി ഗേൾസ്, വേദ ആൻഡ് ബാലമണി. Congratulations. ആദ്യമായിട്ടല്ലേ ടീമിലെ എല്ലാവർക്കും അങ്ങ് ഒരു ടീമില് 2 അവാർഡ്. അതാണ് പൊളിച്ചു. അപ്പൊ ഇതേപോലെ തന്നെ നിങ്ങൾ വീണ്ടും പെർഫോം ചെയ്യാം. ചേട്ടാ എന്തെങ്കിലും വിഷമമുണ്ടോ? ഒരു വിഷമവും ഇല്ല. നിങ്ങളുടെ സമയം വന്നോണ്ടിരിക്കുകയാണ്. നമ്മുടെ പിള്ളേരില്ലയോ? രാധാകൃഷ്ണൻ പണം ലേറ്റാ വന്നാലും ലേറ്റസ്റ്റ് വരും അല്ലേ? അതെ, അത്രേ ഉള്ളൂ. ഇങ്ങനെ കുറെ വേദികളിൽ നിന്നും കുറെ സമ്മാനങ്ങളൊക്കെ നേടി അംഗീകാരങ്ങളൊക്കെ നേടിയിട്ട് വിദ്യയല്ലേ ഇവിടെ വരുന്നത് അല്ലേ? പിന്നെ ഇതൊക്കെ ഇനി പിള്ളേര് വളർന്നു വരട്ടെ, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും പറ കേറി വാ മക്കളെ. ഓൾറൈറ്റ്, അങ്ങനെ നമ്മള് ഒരു നല്ല എപ്പിസോഡായിരുന്നു. വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പേ പറഞ്ഞോ ചേച്ചി, ഒരു അവാർഡും കൂടി ഉണ്ട്, ഒരു അംഗീകാരം കൂടി ഉണ്ട്. ഇന്നത്തെ ഒരു ട്വിസ്റ്റ് എനിക്ക് തോന്നുന്നു അർജുനാണെന്ന് തോന്നുന്നു. ഇവന്റെ സാമ്പ്രാണി കോമഡിക്ക് വല്ലതും അർഹിക്കാത്ത അംഗീകാരം ആർക്കാണ്? ഒരു മിനിറ്റ്, നമ്മളുടെ ഇടയിൽ ഒരാൾക്ക് ആ അവാർഡ് കൊടുത്തേ പറ്റൂ. ഇതുവരെ നമ്മൾ അങ്ങനത്തെ ഒരു അവാർഡ് കേട്ടിട്ടില്ല. ഇതെന്താ പുതിയതായിട്ട് ഇന്ന് മുതലുള്ള അവാർഡ്? ഇന്ന് ഇപ്പൊ ഇറക്കിയതാണ്. ഓക്കെ, അതെ. എനിക്ക് അതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. നിങ്ങൾ എല്ലാരും ഒന്ന് വരുമോ? എല്ലാരും ഒന്ന് വരൂ നമ്മളുടെ ടീം പ്ലീസ്. ഒരു അവാർഡ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ചേച്ചി, എന്റെ ബലമായ സംശയം, ഈ വർഷത്തെ സൗത്ത് ഇന്ത്യയിലെ മികച്ച അവതാള കോമഡിക്കുള്ള അവാർഡ് ശ്രീവിധിക്കാണ്. വരൂ വരൂ വരൂ, വരൂ. ഞാൻ പോലും അറിയാത്തൊരു അവാർഡ്. അല്ലാതെ വേറെ പറയാൻ വഴിയില്ല. നാലാളുടെ അടുത്ത് എങ്ങനെ പറയും എനിക്ക് അവതാളം പറഞ്ഞു വിടുന്നതിനൊക്കെ മുമ്പ് കൊടുക്കാനുള്ള അവാർഡാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇല്ല. അല്ല, എനിക്ക് ഡൗട്ട് ഉണ്ട്, കാരണം എന്റെ അടുത്ത് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് നല്ല സംശയം. അപ്പൊ ഗൈസ്, സർപ്രൈസ് എന്താ അറിയോ? ഇന്നത്തെ ദിവസം എന്താണ് അറിയോ? ഇന്നത്തെ ദിവസമാണ് ജൂൺ 30th, ആലിസിന്റെ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. എങ്ങനെ പരിപാടി എന്താ ബാക്കി? ഐസിനോട് കേക്ക് മാജിക്കിലൂടെ ഇവിടെ കൊണ്ടുവരാൻ പറ്റും. ആഗ്രഹമല്ലായിരുന്നോ? Happy birthday, Alice. Happy birthday, Alice. Happy birthday, Alice. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ അപ്പൊ ഹാപ്പി ബർത്ത്ഡേ കുട്ട. താങ്ക് യു. തീർന്നിട്ടില്ല, ഒരു സർപ്രൈസും കൂടി ഉണ്ട്. അത് സംഭവം എന്താന്ന് പറഞ്ഞാ നമ്മുടെ പിള്ളേരുടെ ഡാൻസ് അല്ലേ? ഇവരൊക്കെ ഇരിക്കുമ്പോ ഒരു ഡാൻസ് കൂടെ കാണണ്ടയോ? അപ്പൊ എന്തായാലും ഫ്ലോബോട്സ് ഒരു ബർത്ത്ഡേ ഡാൻസ് കാച്ചിയാലോ? സാകളെ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. വണ്ടി ഇത് മുച്ചെടുക്കും വണ്ടി ഇത് മുരട്ടുകാല വണ്ടികളെ തുരത്തിയോടും വണ്ടി ഇത് പറക്കും വണ്ടി ഇത് പാവങ്ങളുടെ വണ്ടി ഇത് കുറുകുറുമ്പന്റെ വണ്ടി ഇത് കുടുംബങ്ങൾക്ക് വേണ്ടി ഇത് കയ്യെ തട്ടി കൂപ്പിട്ടാ നിൽക്കും കാറ്റിൻ സ്പീഡിൽ സിറ്റിയിൽ പറക്കും ട്രാഫിക് ജാമിൽ നെട്ടോട്ടം കുതിക്കും റോക്കറ്റ് കണ്ടാൽ എല്ലാവരും വിറയ്ക്കും. ഇവരെ ഞാൻ എവിടെയോ എന്റെ തോന്നലാവാം, എന്നാലും അതല്ല എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. വാങ്ങണം, കണ്ണെടുത്ത് വേണം, ആ കണ്ണെടുത്തിൽ 1000 വർണ്ണവില്ല് വേണം. വാരിലും കിനാവിൽ മുത്തങ്ങൾ താ, മുത്തങ്ങൾ താ.
അഴകിൻ താഴ്വാരം അലിയുമി സംഗീതം തുണയായി നീ പോരുമോ കാറ്റിൻ സല്ലാപം കുളിരുന്ന കൂടാരം മടിയിൽ ഞാൻ വീഴുമോ ഹൃദയങ്ങളൊന്നു ചേരും ഉദയങ്ങളായി മാറും തിരമാല വന്നു മൂടും അലയാഴി ഉള്ളിലാടും താരകങ്ങൾ കണ്ണുവെച്ച പാരിജാതമല്ലേ താഴേണ്ട കൂടെ നഞ്ഞ പഞ്ചവർണ്ണമല്ലേ തങ്കമഞ്ച് കൺകവർണ്ണ പുണ്യം നീ എനിക്ക് ഉദിച്ച ചന്ദ്രന്റെ സ്വന്തമായി ഞാൻ അറിഞ്ഞ് നിനക്ക് വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു പാൽ ചുരത്തും പായുമ്പോൾ മാരിവില്ലിൻ ചൂരലുണ്ടേ മേയ്ക്കാൻ പാൽ ചുരത്തും മേഘങ്ങൾ പൈക്കളെപ്പോൾ പായുമ്പോൾ മാരിവില്ലിൻ ചൂരലുണ്ടേ മേയ്ക്കാൻ തെലുങ്കിളം കാറ്റ് തമിഴ് മൊഴി പാട്ട് നിറമുള്ള രാവിൻ ഒറിയന്നിലാവോ ചെഞ്ചിരിപ്പു പൂക്കുമ്പോൾ ചിന്തുമെന്നിൽ പൂച്ചന്തം മറക്കില്ല ഞാൻ എന്റെ മാൻപേടയെ ചിലപ്പോ തോന്നും നീ ഒരു കോമാളിയാന്ന് ചിലപ്പോ തോന്നും നീ വലിയൊരാളാന്ന് ഓഹോ സത്യത്തില് നീ ആരാ ഹാപ്പിയാണോ എന്റെ കുട്ടി? ഭയങ്കര ഹാപ്പി. താങ്ക് യു സോ മച്ച്. കിടിലം പെർഫോമൻസ് കേട്ടോ. ഇനി നമ്മൾ കാണും ഇതുപോലെ തന്നെ പൊളിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും പ്രേക്ഷകരെ നല്ലൊരു എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം കാണാം. അതിനു മുമ്പ് ബ്രഷ് ബിഫോർ ബെഡ് യൂസിംഗ് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് ആൻഡ് ഗുഡ് നൈറ്റ്.